അപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചാൽ പറഞ്ഞു, വെള്ളിയാഴ്ചയും പിന്നെ പെരുന്നാൾ കൂടി വന്നാൽ ജുമാ നിസ്കരിക്കേണ്ടതില്ല, പെരുന്നാൾ നിസ്കരിക്കണം മതി എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു ക്ലിപ്പ് നാടാകെ ഓടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നല്ല. കാരണം ഞാനതിന് എൻ്റെ കുട്ടിക്കാലം മുതലേ എതിരാണ്. ഈ വാദം ഇന്ന് തുടങ്ങിയതുമല്ല. അപ്പം നിങ്ങൾ നിന്ന് കേൾക്കണം, ഇത് വഹാബികൾ എന്നോ തുടങ്ങിയതാണ്. അപ്പം ഈ വഹാബികൾ ഈ വാദം കൊണ്ട് വരുന്ന ചില കാലങ്ങളുണ്ടാവും. ഇതിങ്ങനെ പല ഘട്ടം വരാറുണ്ട്. ഇത് വെള്ളിയാഴ്ചയും പെരുന്നാളും വന്നതിൽ 5-8 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴും ഈ വാദം കൊണ്ട് അവർ വന്നു. നിങ്ങൾക്ക് പിന്നെ അരണബുദ്ധി ആയതുകൊണ്ട് നിങ്ങൾക്ക് മറക്കങ്ങൾ. അന്ന് ഞാൻ കോഴിക്കോട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് അരയടത്ത് പാലത്ത് പ്രസംഗിച്ചാണ്. എന്താണ് പ്രസംഗിച്ചത്? അഹ്ലുൽ ബാദിയത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകിയ ഒരു ഹദീസ് കാണുന്നുണ്ട്. അത് നമ്മളെപ്പോലത്തെ നാട്ടിൽ ബാധകമേ അല്ല. 10-15 മൈല് നടന്നു വന്ന് മദീനയിൽ പെരുന്നാൾ പള്ളിക്ക് കൂടിയ ആളുകൾ ഇനി നിങ്ങൾ പെരുന്നാളിന് എന്ത് ചെയ്യണം, നിങ്ങൾ ജുമാക്ക് വരണ്ടേ ഇല്ല എന്ന് അഹ്ലുൽ ബാദിയ ഗ്രാമീണർ അവർ തിരിച്ചവരെ മക്കളിലേക്ക് പോകും. എന്തിന്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വരണ്ടേ ഇല്ല എന്നത് ഗ്രാമീണരാണ്. കുഗ്രാമീണർ, ബതുക്കള്. അവർക്ക് മദീന പള്ളിയിൽ എത്താൻ 10-15 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ അവർ പുലർച്ചക്ക് നടക്കുകയാണ്, 4 മണിക്ക് എണീറ്റ് നടക്കുകയാണ് റസൂലുള്ളാഹിനൊപ്പം. എന്തിന്? പെരുന്നാപ്പള്ളി നിസ്കാരം ഹുത്തുബക്കും വേണ്ടി. പിന്നെ അവർ തിരിച്ചവർ ഭക്ഷണത്തിന് അവരെ നാട്ടിലേക്ക് പോകും. പിന്നെ സാധുക്കൾ പിന്നെ ഈ വെയിലത്ത് നടക്കണ്ട എന്നതിന് ഹബീബായ റസൂലുള്ളാഹി കൊടുത്ത ഒരു ഇളവാണത്. അങ്ങനത്തെ ഒരു ഗ്രാമം ഇന്ന് കേരളത്തിലില്ല. അപ്പൊ ആ ഹദീസ് കേരളത്തിൽ ഒരാൾക്കും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 8 കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൽ ഇവിടെ അങ്ങോട്ട് കട്ടിരു. എവിടെ കട്ടിരു? ഇതാണ് ഇപ്പൊ കേരളത്തിലെ ദീനീ പ്രബോധനം. വളരെ ദുരന്താണ് കേരളത്തിലെ. ഇത് നടക്കുകയാണ്. ഇത് ആദ്യം തുടങ്ങിയത് വഹാബികളാണ്, ഇപ്പൊ സുന്നികൾക്ക് തന്നെ പണി. എന്താണ് ഈ മനുഷ്യന്മാരെ? ഇതെന്ത് ദീനാണ് ചങ്ങായി? ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കട്ടിയ. അപ്പൊ എന്നോട് എന്ത് പ്രചരിപ്പിക്കുക? ഖാസിമി പറയുന്നുണ്ട് പഠിച്ചോനില്ല, ഒന്ന് നിരീശ്വരവാദിയാക്കുന്നത്. ലാ ഇലാഹ കഴിഞ്ഞിട്ടാണല്ലോ എന്ത് പറയാ? ഇല്ലല്ലാഹ്. ഇത് എന്ത്? ആ പ്രസംഗം എടുത്ത് നോക്കി. ഈ ജനങ്ങളൊന്നും പ്രസംഗം കേൾക്കില്ല. ഇപ്പൊ ജ്യൂസ് എന്ന് പറയുമ്പോൾ ജ്യൂസ് മാത്രം കേട്ട് എന്താണ് പ്രസംഗം നടത്താൻ കാരണം? 40ഓളം മഹല്ലുകൾ എൻ്റെ അടുത്തൊന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഖത്തീബന്മാരുടെ സംഘടന ആവശ്യപ്പെട്ട് 40ഓളം ഖത്തീബന്മാരുടെ സംഘടന വന്ന് ആവശ്യപ്പെട്ടു. 40ഓളം മഹല്ലിലെ ഖത്തീബന്മാർ, അസിസ്റ്റന്റ് ഖത്തീബന്മാർ, മുക്രിമാർ. ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാൻസറിനെ പറ്റി പ്രസംഗം നടത്തി തരണം. ക്യാൻസർ തടയാൻ എന്തൊക്കെ ഭക്ഷണക്രമങ്ങളിൽ എന്താണ് നിങ്ങൾ വേണ്ടത്? ഞങ്ങൾ അതങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിയെടുത്തിട്ട് ഞങ്ങളെ മഹല്ലിൽ പ്രസംഗിച്ചോളാം. നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരു വരാൻ പരിധിയുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന ആളുകൾക്ക് ഇത് മുന്നിൽ പറഞ്ഞാൽ അവരിത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗൗരവമായി കേൾക്കും. പക്ഷെ അതേ സമയത്ത് ഇതിന് എന്താണ് പ്രതിരോധം എന്ന് പറയാൻ ഞങ്ങൾക്ക് മാറ്ററില്ല. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു തരണം. അങ്ങനെ അവരെനിക്ക് 2 ആഴ്ച തന്നു. എന്നിട്ട് ആ വിഷയം ഞാൻ പഠിച്ചു ശരിക്ക്. എന്നിട്ട് നിലമ്പൂർ ഒരു സ്ഥലത്ത് 40ഓളം ഖത്തീബന്മാരെയും അസിസ്റ്റന്റ് ഖത്തീബന്മാരെയും മദ്രസ സദർ മുഅല്ലിമന്മാരെയും ഒരുമിച്ച് കൂടി നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്താണ് ഫ്രൂട്ട് എപ്പോഴും കഴിക്കേണ്ടത് എങ്ങനെയാണ്. അത് റെഡി ടു ഈറ്റ് ആണ്. തിന്നാൻ ഇങ്ങയിലൊന്നും ചെയ്യേണ്ടതില്ല, ഒന്ന് കഴുക തിന്നുക. റെഡി ടു ഈറ്റ്. അതിന് ഒരു പ്രോസസ്സിങ്ങും വേണ്ട, തിന്നാൽ മതി. അതിന് തരം മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ആപത്ത് വരും. ഇപ്പോൾ ഉദാഹരണം പറയാ, പിന്നെ ഫ്രൂട്ട്സിന് ഇപ്പോൾ ചില എന്താ പറയുക, ഫ്രൂട്ട്സിന് ചില ഡോക്ടർമാർ പുഴുങ്ങി തിന്നണം എന്ന് പറയാറുണ്ട്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഫ്രൂട്ട്സ് പുഴുങ്ങി തിന്നാറില്ല. അത് അതിൻ്റെ രീതി മാറ്റും. പഴം പുഴുങ്ങി തിന്നാൽ പിന്നെ അതിൻ്റെ കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തിൽ പോവും? അതിൻ്റെ പ്രധാനപ്പെട്ട കലോറികൾ, കണ്ടന്റുകൾ എവിടെ പോവും? അതിൻ്റെ മിനറൽസ്, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് വെള്ളത്തിലോട്ട് പോവും. ബാക്കിയുള്ള തിന്നിട്ട് എന്താ കാര്യം? അതിൻ്റെ കാര്യം എന്താണ്? വെള്ളച്ചോറും നെയ്ച്ചോറും നോക്കുകയാണെങ്കിൽ, നെയ്യ് കുറക്കുകയാണെങ്കിൽ നെയ്ച്ചോറാൻ നല്ലതെന്നാണ് എൻ്റെ വീക്ഷണം. നെയ്യ് കുറക്കുക. വെള്ളച്ചോറിലൊന്നുമില്ല, ഒന്നും എന്താ വെള്ളച്ചോറിലുള്ളത്? അതിൻ്റെ കണ്ടന്റുകൾ മൊത്തം എന്തിൽ പോയി? ആ വെള്ളത്തിൽ പോയി. കഞ്ഞി വെള്ളത്തിൽ പോയി.
ഇനിയിപ്പോൾ നിങ്ങൾ തിന്നാലെന്ത് തിന്നിട്ടില്ല എന്ത്. അതേസമയത്ത് വെള്ളം വറ്റിക്കാണ് നെയ്ച്ചോറിൽ, നെയ്യ് ഉറച്ചാൽ മതി. ഞാൻ വെള്ളച്ചോറ് കഴിക്കാറില്ല, കഴിക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് കഴിക്കണ്ട, വറ്റിക്ക. മനസ്സിലാവുന്നു? എന്നതുപോലെ അതൊക്കെ പഠിച്ചു പറഞ്ഞതിൽപ്പെട്ട ഒരു പദമാണ് ജ്യൂസ്. അയിമലാണ് കൂടി. അപ്പൊ എന്നതുപോലെ ഇതൊക്കെ ഇന്ന് ജനങ്ങൾ ഇതൊക്കെ തര പ്രബോധനം, ഇതൊക്കെ പറഞ്ഞ ദീനി ദഅവത്ത്. ആ പ്രസംഗം നടത്തിയതിനെ എന്തിനെതിരാണ്? ആ പ്രസംഗം നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിന്റെ തീമൻ എന്താണ്? അതിന് തെളിവ് ഇഷ്ടം പോലെ പറയണ്ട അപ്പുറത്ത്. നിങ്ങൾ ഒരു കാരണവശാലും പെരുന്നാളും ജുമായും കൂടെ വന്നാൽ എന്ത് നടത്തരുത്? പെരുന്നാൾ പള്ളിമേൽ അവസാനിപ്പിക്കരുത്. അത് അഹ്ലുൽ ബാദിയത്തിന് ഉള്ള പ്രയാസം കാരണം അള്ളാന്റെ ഹബീബ് കൊടുത്തൊരു ഇളവാണ് കേട്ടോ. നമ്മൾക്ക് അഹ്ലുൽ ബാദിയത്തല്ല നമ്മൾ എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് അഹ്ലുൽ ബാദിയ എന്നതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടവരുണ്ടോ? കേട്ടോരെന്ന് കൈപ്പൊക്കി. അതെ അതിൽ അഹ്ലുൽ ബാദിയ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണത്? ഇത് ഒറ്റക്കെട്ടിയല്. ഇത് ഖാസിമീൻ പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ചയും പെരുന്നാൾ കൂടി വന്നാൽ പെരുന്നാൾ പള്ളി മതി, വേണ്ടെന്ന് ഖാസിമീൻ പറയുന്നുണ്ടല്ലോ. ഇനി നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഖാസിമീൻ കൂടിയാലോ ഇല്ലെന്നാണ് കട്ട് ചെയ്തിട്ട് എവിടെ എന്താക്കുക? ലാ ഇലാഹ. എന്താ ഇവരെ അവസ്ഥ? ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് നട്ടപ്പാതിരക്ക് വന്നിട്ട് പെണ്ണിൻ്റെ പുതപ്പ് കയറിയിട്ട് ഒരാള് ഞാൻ ഔലിയാപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ മേൽ കളിക്കുക. ഇത് ഔലിയ അല്ല. ഇത് ഔലിയാപ്പാപ്പായി കളിക്കുക പെണ്ണിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ. ഇത് ഔലിയ അല്ല, ഇതൊരു ചേമ്പുമല്ല, ഇത് ശൈത്താനാണ് കേട്ടോ എന്നുള്ളതിന് ഞാൻ 3 പ്രസംഗം നടത്തിയിട്ടുണ്ട്. അവിടെ കട്ട് ചെയ്തു. എവിടെ കട്ട് ചെയ്തു? പെണ്ണിൻ്റെ ഉള്ളിൽ ഔലിയാപ്പാപ്പ വന്ന് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് അള്ളാഹിൻ്റെ കോടതിക്ക് ഞാൻ വെച്ചതാണ്. എന്തെങ്ങളെ ലക്ഷ്യം? ഇവിടുത്തെ മുഖ്യധാര എന്താ പറയാ, ഈ ചാനലുകാർ, എത്ര ചാനലുകാർ, ഇവന്റെ അവസ്ഥ എന്താ? ഇത് ഔലിയ അല്ലട്ടോ. ഈ ഔലിയാന്റെ കളി ആര് കളിക്കും? ആര് കളിക്കും? ശൈത്താൻ ഔലിയായി വരൂട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഒരാൾ ഔലിയ എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് നിങ്ങൾ പെടും കേട്ടോ എന്ന് പറയാൻ വേണ്ടി നടത്തിയ വലിയ പ്രസംഗങ്ങൾ അതിൽ എവിടെ കട്ടിരു? ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ടില്ലേ, വ്യഭിചരിക്കണ ഔലിയപ്പാപ്പാരുണ്ട്. എന്താ അതിൻ്റെയൊക്കെ ഒരു... ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ? നമുക്ക് അള്ളാഹിന്റെ കോടതി കിട്ടാണ്ടാണ്. ഇനി ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന്റെ പേരിൽ എത്ര സുന്നികളെ കളിയാക്കി. എന്തവന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വരെ പറയണില്ല. ഒന്നും ഞാൻ മാപ്പം കൊടുക്കൂല. അത് എന്തുകൊണ്ട് ഇതിന്റെ വിഷയമല്ല? തെറ്റിദ്ധരിപ്പിച്ചു. ആരെ? ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു.